ഇന്ന് ഗണപതി ഭഗവാന് ജ്ഞാനപ്പഴം കിട്ടിയ കഥയാണ് ഇവിടെ പറയുന്നത്. ഒരു ദിവസം നമ്മുടെ നാരദ മഹർഷി കൈലാസത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ കയ്യിലിരുന്ന മാമ്പഴം അദ്ദേഹം ശിവഭഗവാന് സമർപ്പിച്ചു. ഈ മാമ്പഴത്തിന് എന്ത് പ്രാധാന്യമാണുള്ളതെന്ന് ശിവഭഗവാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് സ്വർണ്ണ നിറമുള്ള ഈ ജ്ഞാനപ്പഴം പ്രതിനിധാനം ചെയ്യുന്നത് പരമമായ അറിവാണ്. അതുമാത്രമല്ല, ഇത് ഭക്ഷിക്കുന്നവർക്ക് അളവില്ലാത്ത ജ്ഞാനം ലഭിക്കും. എന്നാൽ ഈ പഴം ഒരാൾക്ക് മാത്രമേ ഭക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഈ സമയത്ത് ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ ഭഗവാനും അവിടെ എത്തിച്ചേരുന്നു. തങ്ങൾക്കിത് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുക എന്നത് ശിവഭഗവാന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായി. അപ്പോൾ നാരദ മഹർഷി മഹാദേവനെ സഹായിച്ചു. നാരദർ രണ്ടുപേരോടുമായി പറഞ്ഞു, ആരാണോ 3 പ്രാവശ്യം ലോകം ചുറ്റി വരുന്നത് അവർക്ക് ഈ പഴം കിട്ടും. ഇത് കേട്ട ഉടൻ മയിലിൻ്റെ പുറത്ത് കയറി സുബ്രഹ്മണ്യ ഭഗവാൻ യാത്ര തിരിച്ചു. എന്നാൽ ഗണപതി കുറച്ചു നേരം അവിടെ ആലോചിച്ചിരുന്നതിന് ശേഷം മാതാപിതാക്കളായ ശിവനെയും പാർവതിയെയും 3 പ്രാവശ്യം വലം വെക്കുകയും ചെയ്തു. മുരുകൻ ലോകം മുഴുവൻ 3 പ്രാവശ്യം ചുറ്റി തിരിച്ചെത്തി. താൻ വിജയിച്ചു, അതിനാൽ മാമ്പഴം തനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു. ആ സമയത്ത് അച്ഛനെയും അമ്മയെയും ലോകമായി കണ്ടു ചുറ്റിയ ഗണപതിയാണ് വിജയിച്ചതെന്ന് ശിവഭഗവാൻ മുരുകഭഗവാനോട് പറഞ്ഞു. ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ആലോചനയോടും ബുദ്ധിയോടും കൂടി ചെയ്യുന്ന കാര്യങ്ങൾ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. മാതാപിതാക്കളെ തങ്ങളുടെ ലോകമായി കണ്ട് ആദരിക്കുക. തൻ്റെ മനസ്സിനെ സ്ഥിരമാക്കി ഒരു കാര്യത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് ജ്ഞാനം നേടാൻ കഴിയും. ലോകം കീഴടക്കേണ്ടതില്ല, നമ്മുടെ ചിന്ത മാറ്റുക. അതിലൂടെ ലോകം തന്നെ നമുക്ക് മാറ്റാൻ കഴിയും. എല്ലാവരും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. ഇനി അടുത്ത കഥയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.